അതുപോലെ തന്നെ അവർ നബിമാരും ഔലിയാക്കന്മാരും ആരാധിച്ചിരുന്നതിന്റെ അതിന് തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ട് കാണാം. സൂറത്ത് ഇസ്രായേലുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് കാണാം, ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബു വയർജു റഹ്മതഹു വയഖാഫുന അദാബഹ. നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ ആരാധിച്ചിരുന്ന ആളുകൾ, മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ആളുകൾ, അവർ ദുആ ചെയ്ത ആളുകൾ, അവർ വിളിച്ചു തേടിയിരുന്ന ആളുകൾ, അവർ തന്നെ എന്താണ് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? വയർജൂന റഹ്മത, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ വയഖാഫുന അദാബ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്. ഇതായെക്കുറിച്ചാണ്, ഇത് നമുക്കറിയാം. നമ്മളെല്ലാം മിനികളും നബിമാരും ഔലിയാക്കന്മാരും ജിന്നുകളും സ്വാലിഹിനായ ജിന്നുകളും മലക്കുകളും ഇവരൊക്കെ ചെയ്തിരുന്ന കാര്യമാണിത്. അപ്പൊ ഈ ആയത്ത് ഈ പറഞ്ഞ എല്ലാ ആളുകളും ഈ കാറ്റഗറിയിൽ പെടും. ഇനി നാലാമത്തെ അടിസ്ഥാനമാണ്. അതിൽ ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ട് കാണാം, ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, അതല്ലെങ്കിൽ ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ കഴിഞ്ഞ കാല ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളെക്കാളും മോശമാണ്, അതല്ലെങ്കിൽ അവരുടെ ശിർക്കിനേക്കാളും കഠിനമാണ് ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, അതല്ലെങ്കിൽ ഇന്നത്തെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ. കാരണം പണ്ടത്തെ മുശ്രിക്കീങ്ങൾ എന്താണ്? അവർ പ്രയാസമുള്ള സാഹചര്യത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം ഇസ്തിഗാസ ചെയ്യും, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യും. നേരെ മറിച്ചോ, അവർ എളുപ്പമുള്ള സാഹചര്യം വന്നെത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനൊപ്പം ലാത്തയും ഉസ്സയും വിഗ്രഹങ്ങളെയും ഇബ്രാഹിം നബീനും ഇസ്മായിൽ നബീനും അതുപോലുള്ള ഔലിയാക്കന്മാരൊക്കെ അവർ വിളിച്ച് പ്രാർത്ഥിക്കും. അതിന് തെളിവ് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിലും അതുപോലെ തന്നെ ലുഖ്മാനിലൊക്കെ പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ പറഞ്ഞതായിട്ട് കാണാം, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതായത് അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, അവരെന്ന് ഉദ്ദേശിക്കുന്നത് മക്ക മുശ്രിക്കീങ്ങൾ, അല്ലെങ്കിൽ പണ്ടത്തെ മുശ്രിക്കീങ്ങൾ, അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, വലിയ തിരമാല വന്ന് അവർ മൂടിക്കഴിഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞാൽ, അവർ മരണം തൊട്ട് മുമ്പിൽ കാണുന്ന ആ ഒരു സാഹചര്യം എത്തുമ്പോൾ അവരെന്ത് ചെയ്യും? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കതയോടുകൂടി അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യും, അള്ളാഹുവിനെ മാത്രം ഇസ്തിഗാസ ചെയ്യും. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. എന്നിട്ടോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. എന്നിട്ട് അവർ കരയിലെത്തിക്കഴിഞ്ഞാൽ, എളുപ്പമുള്ള സാഹചര്യം ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അള്ളാഹുവിനൊപ്പം ബാക്കിയുള്ള ലാത്തയും ഉസ്സയും ഇബ്രാഹിം നബിയും ഔലിയാക്കന്മാരെയും അവരോട് ദുആ ചെയ്യും. ഇതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? ശിർക്കാണെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ടത്തെ മുശ്രിക്കീങ്ങൾ അവരിങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ പോയി അവർ പ്രയാസമുള്ള സാഹചര്യം ആയിക്കോട്ടെ, പ്രയാസമില്ലാത്ത സാഹചര്യങ്ങളായിക്കോട്ടെ, എപ്പോഴും അവർ അള്ളാഹുവിനൊപ്പം അള്ളാഹുല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കും, അള്ളാഹുല്ലാത്തവർ വിളിച്ച് ഇസ്തിഗാസ ചെയ്യും. നമുക്കറിയാം, കൊറോണ എന്ന സാഹചര്യത്തിൽ ചില ആളുകൾ പറഞ്ഞു വരുത്തിയതാണ്, നിങ്ങൾ യാ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന് 1000 പ്രാവശ്യം, അല്ലെങ്കിൽ 100 പ്രാവശ്യം ഇന്ന പള്ളിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പള്ളിയിൽ കൊറോണ വരില്ല. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസം വന്നെത്തിയപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, അതല്ലെങ്കിൽ ബദരീങ്ങളെ വിളിച്ച് തേടി എന്നൊക്കെ പറയുന്നവർ നമുക്ക് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് കൂടുതൽ ശിർക്കിൽ കഠിനമായ ആളുകൾ, ആരാണ് കൂടുതൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ വിധത്തിലുള്ള ശിർക്കിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ.